ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ക്രീമി ടെക്സ്ചറുള്ള ഒരു മുട്ടക്കറിയാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് നമ്മൾ അപ്പത്തിന്റെയും ബ്രെഡിന്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഒരുപാട് തരത്തിലുള്ള സ്റ്റ്യൂസ് ഉണ്ടാക്കാറില്ലേ, അതുപോലെ മുട്ടക്കറി ഉണ്ടാക്കാറില്ലേ, അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ട് ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാവുന്ന ഒരു മുട്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള എഗ് ഗ്രേവി അല്ലെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ 3 സവോളയാണ് എടുത്തേക്കുന്നത്. ഒരുപാട് വലുതല്ല, ഒരു ഇടത്തരം 3 സവോളയാണ് എടുത്തേക്കുന്നത്. തീരെ ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കാം, അതല്ല ഒരുപാട് വലുതാണെങ്കിൽ 2 എണ്ണം ഒക്കെ എടുത്താലും മതിയാവും. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ്. പച്ചമുളകും അതുപോലെ കുരുമുളകുമാണ് ഈ ഒരു ഗ്രേവിയുടെ എരിവ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എടുത്തു വെച്ചിരുന്ന സബോള സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വളരെ നേരിയതായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ വളരെ ചെറുതായി സ്ലൈസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ വേണം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിച്ചത് വേണം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഇത് ഞാൻ തന്നെ തയ്യാറാക്കിയ മസാലയാണ്. ഇതിലാകെ 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കറുവാപ്പട്ട ചേർത്തിട്ടുണ്ട്, കറിയാമ്പൂ ചേർത്തിട്ടുണ്ട്, ഏലക്കായ, അതുപോലെ പെരുംജീരകം. ഇത് നമുക്ക് പൊടിയല്ലാതെ വേണമെങ്കിൽ ഓൾ സ്പൈസസ് ആയിട്ട് തന്നെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരല്പം കാശ്മീരി മുളക് പൊടിയും അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഒരു വൈറ്റിഷ് ഷെയ്ഡിലാണ് വരിക. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള കളർ കിട്ടുമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അതുപോലെ നമ്മുടെ മുട്ടക്കറി നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഒരല്പം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ നാളികേരപ്പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാലല്ല ചേർത്ത് കൊടുക്കുന്നത്, പശുവിൻ പാലാണ് കേട്ടോ. അത് നിങ്ങൾക്ക് പാക്കറ്റ് പാൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടെ വേണം. ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ നേരത്തെ പറയാനായിട്ട് വിട്ടുപോയതായിരുന്നു. നമ്മുടെ തക്കാളിയും കൂടെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്നും ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊന്ന് മാറിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവോളയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ബ്രൗൺ നിറമാവുന്നതിൻ്റെ ആ ഒരു തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതിലാണ് നമുക്ക് കിട്ടേണ്ടത്. തീ കുറച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു മെയിൻ എരിവ് എന്ന് പറയുന്നത് കുരുമുളകും അതുപോലെ പച്ചമുളകിൻ്റെ എരിവാണ്. അതുകൊണ്ട് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിന് കണക്കാക്കിയിട്ട് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ഗരം മസാല, ഞാൻ പറഞ്ഞല്ലോ 4 ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, നമ്മുടെ കറിക്ക് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കറിക്കൊരു നല്ല കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ മസാലയൊന്ന് മിക്സ് ആയിട്ട് വരും. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം.
തക്കാളി ഒന്ന് വഴന്ന് വരണം കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ ചേർത്ത് നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 4 മുട്ടയുടെ അളവിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് 1.5 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കണം കേട്ടോ. നമ്മുടെ ഇതിൽ ചേർത്തിട്ടുള്ള ഉള്ളിയും സവോളയും തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ആ പാല് ചേർത്തൊന്ന് തിളച്ചാൽ മാത്രം മതി. ഈ സമയത്ത് ഇതിലെ എരിവും ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കണം. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് വരുന്നത് ബ്രെഡിൻ്റെ അല്ലെങ്കിൽ ക്രോസാൻ്റെ ബട്ടർ ഗാർലിക് ബ്രെഡൊക്കെ കിട്ടില്ലേ നമുക്ക്, അതിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്രീമിന് പകരമായിട്ട് കാഷ്നട്ട് വെള്ളത്തിൽ നല്ലോണം കുതിർത്ത് അരച്ച് ചേർത്താലും മതി. കണ്ടോ, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരല്പം നേരം ഇരിക്കുമ്പോൾ ഒന്നും കൂടി നല്ല തിക്കാവും. ഇതിലേക്ക് നമ്മുടെ പുഴുങ്ങി വെച്ചേക്കുന്ന കോഴിമുട്ടയുണ്ടല്ലോ, ഇത് വരങ്ങിട്ടിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നടുവേ പിളർന്ന് 2 കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രീമി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നല്ല ക്രീമി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്കിത് നൂലപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.